ഹേ മാധവ പീതാംബര ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. മീരയുടെ കാര്യത്തില് സാറിന് ഒരു ടെൻഷനും വേണ്ട. മീരയ്ക്ക് എന്തായാലും ഞങ്ങൾ എല്ലാവരും സ്പെഷ്യൽ കെയർ കൊടുത്തോളാം. ശരി ടീച്ചർ. ദാ മോളെ. മീര വാ. മീര വരുമ്പോ വിളിക്കാൻ ചെല്ലാന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ബസ്സിലെ ആയോട് ഞാൻ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മ അവിടെ ഉള്ളത് ഹരിക്ക് വലിയ സഹായമായല്ലേ? അതെ, സഹായം എന്നല്ല, അമ്മ ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇനി മീര കൂടി ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. അവളുടെ മനസ്സിലെന്താന്ന് അവൾ പറയുന്നേ ഇല്ല. എപ്പോഴും ഓരോ ആലോചനയാ. വായെ ഓർത്തിരിക്കുന്നതായിരിക്കും പാവം. ഞാൻ വിഷമിച്ചാലെന്ന് ഓർത്തായിരിക്കും എന്നോടൊന്നും പറയാത്തത്. മനോജെ, ധന്യ മീരയോടൊന്ന് സംസാരിച്ചാൽ മീരയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാൻ പറ്റുമോ? മീരയ്ക്ക് സന്തോഷമാകാൻ ഞാനെന്തെങ്കിലും ചെയ്യണമെന്നുള്ളത് അറിയാലോ. അത് വേണ്ട ഹരി, തന്നെ ചോദിച്ചാൽ ശരിയാവില്ല. അതെന്താ? വേറൊന്നുമല്ല, അത് ഹരി തന്നെ മീരയോട് സംസാരിക്കുന്നതാണ് നല്ലത്. വേറെ ആരെ ഏൽപ്പിച്ചാലും മീരയുടെ അഭിപ്രായമായി പറയുന്ന പലതും ചോദിക്കുന്നവരുടെ മനസ്സിലെ ആശയങ്ങളോ അഭിപ്രായങ്ങളോ ആയിരിക്കും. അതെങ്ങനെ? അതിപ്പോ എങ്ങനെ പറയാ? നമുക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളത് എന്തോ ആ രീതിയിലായി പോവും ചോദ്യങ്ങൾ. അതുകൊണ്ട് മീരയോട് ഹരി തന്നെ സംസാരിക്കുന്നതാണ് നല്ലത്. എന്താ പിന്നെ ഞാൻ സംസാരിച്ചു നോക്കാം. അതാ നല്ലത്. വാ പതുക്കെ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. മോളുടെ മുത്തശ്ശി ഇവിടെ വന്ന് നിൽക്കുമെന്നാണല്ലോ മോളുടെ അച്ഛൻ പറഞ്ഞത്. എന്നിട്ട് മുത്തശ്ശിയെ കാണുന്നില്ലല്ലോ. സാരല്ല ആന്റി, ഞാൻ പൊക്കോളാം. അങ്ങനെ എനിക്ക് മോളെ ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. മീരയുടെ മുത്തശ്ശി ഇവിടെ വന്ന് നിൽക്കാന്നാ പറഞ്ഞേ. പക്ഷെ ഇപ്പൊ ഇവിടെ ആളില്ല. ഞാനേ ഈ കൊച്ചിനൊന്ന് വീട് വരെ കൊണ്ടാക്കിയിട്ട് വരാം. നേരമില്ലാത്ത സമയത്ത് ഓരോ പരിപാടികൾ. ആളുകൾക്ക് ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതായാൽ എന്ത് ചെയ്യും? ശരി, വേഗം പോയിട്ട് വാ, ഞാൻ വണ്ടി ഒതുക്കിയിടാം. ശരി, വേഗം വരണം. ഈ കുട്ടികളെ മുഴുവൻ വീട്ടിൽ എത്തിച്ചിട്ട് വേണം നമുക്ക് വീട്ടിൽ പോവാൻ. വാ മോളെ, വീട് വരെ ഞാൻ കൂടെ വരാം. കുറെ ദൂരം പോണോ? വേണ്ട, ഇവിടെ അടുത്താ. ആ മുത്തശ്ശി. ആരെയും കാണുന്നില്ലല്ലോ. മുത്തശ്ശി അകത്തുണ്ടാവും, ഞാൻ പൊക്കോളാം ആന്റി. ശരി, എന്നാ ഞാൻ പോട്ടെ. അവരവിടെ കാത്തു നിൽക്കുക. ശരി. മുത്തശ്ശി, ഞാൻ വന്നു. മുത്തശ്ശി, 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 മുത്തശ്ശി. അയ്യോ അയ്യോ മുത്തശ്ശി, മുത്തശ്ശി എഴുന്നേക്ക്. മുത്തശ്ശി, 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 മുത്തശ്ശി എഴുന്നേക്ക്. എന്തു പറ്റി മോളെ? അയ്യോ മുത്തശ്ശി, എന്തു പറ്റി? മുത്തശ്ശി, എന്തു പറ്റി മോളെ? ആന്റി, മുത്തശ്ശി എഴുന്നേക്ക്. മുത്തശ്ശി. അയ്യോ എന്തു പറ്റി? അയ്യോ ചേച്ചി, ചേച്ചി ഞാൻ ആ ഡ്രൈവറെ വിളിക്കാം. മുത്തശ്ശി എഴുന്നേക്ക്. മുത്തശ്ശി എഴുന്നേക്ക്.
നിങ്ങൾ സാവിത്രിയുടെ മകനാണ്. ഞാൻ മകളുടെ ഹസ്ബൻഡാണ്. കൃത്യസമയത്ത് എത്തിച്ചുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റി. പക്ഷേ സാവിത്രിയുടെ ഒരു വശത്തിന് തളർച്ച വന്നിട്ടുണ്ട്. കുറച്ചുനാൾ മരുന്ന് കഴിച്ചാൽ ശരിയാവും. പക്ഷേ നല്ല കെയർ കൊടുക്കണം. റിക്കവറി സ്പീഡാക്കുന്നത് മെന്റൽ സ്ട്രെങ്ത് ആണ്. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെങ്കിലും ചെയ്യാം ഡോക്ടർ. എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയാൽ മതി. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. പ്രാർത്ഥിക്കുക, എല്ലാം വേഗം ശരിയാവും. ഡോക്ടർ എന്ത് പറഞ്ഞു ഹരി? കുറച്ചുനാൾ മരുന്ന് കഴിക്കേണ്ടി വരും. പതിയെ ഫിസിയോതെറാപ്പി ചെയ്തു തുടങ്ങണമെന്ന് പറഞ്ഞത്. ഇനി നടക്കാൻ പറ്റുമോ? കുറച്ചുനാളത്തെ ചികിത്സ കഴിയുമ്പോൾ നടക്കാൻ തുടങ്ങാൻ പറ്റുന്ന ഡോക്ടർ പറഞ്ഞത്. മായ പോയപ്പോൾ തൊട്ട് അമ്മയ്ക്കുള്ളിൽ നല്ല സങ്കടമുണ്ട്. ഒന്നും പുറത്ത് കാണിക്കാതെ നടക്കുകയായിരുന്നു അമ്മ. അത് ശരിയാ. അമ്മ ശരിക്കൊന്ന് കരയുന്നത് പോലും കണ്ടില്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചിരുന്നു. എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി താങ്ങാൻ പറ്റാതെ വന്നതാവും. അതെ അതെ, അതന്നാ കാരണം. ഡോക്ടർ പറഞ്ഞില്ലേ, ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് നമുക്ക് അമ്മയെ തിരിച്ചു കിട്ടിയെന്ന്. മീരമോള് സ്കൂളിൽ നിന്ന് തിരിച്ചെത്താൻ താമസിച്ചിരുന്നെങ്കിൽ എന്തായനെ? അതെ. അച്ഛാ, എന്താ മോളെ? ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് പൊക്കോട്ടെ? ശരി മോളെ. മുത്തശ്ശിയുടെ അസുഖമൊക്കെ വേഗം മാറും കേട്ടോ. ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മുത്തശ്ശിക്ക് ഒന്നും പറ്റൂല. ടീച്ചർ, ആ മീര എത്തിയോ? സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മീരയുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. മുത്തശ്ശിയുമായിട്ട് ഒത്തിരി അറ്റാച്ച്ഡ് ആയിരുന്നു മീര. മീര ക്ലാസ്സിൽ പലപ്പോഴും മുത്തശ്ശി പറഞ്ഞു കൊടുത്തതാന്ന് പറഞ്ഞ് പല കാര്യങ്ങളും പറയാറുണ്ടായിരുന്നു. മീര ക്ലാസ്സിലേക്ക് പൊക്കോ. യെസ് ടീച്ചർ. മീരയ്ക്ക് നല്ല സങ്കടമുണ്ട്. എനിക്ക് മനസ്സിലായി. പാവം കുട്ടി. അമ്മ പോയതിന്റെ പുറകെ മുത്തശ്ശിക്കും വയ്യാതാകുമ്പോ വല്ലാത്തൊരു ഒറ്റപ്പെടലുണ്ടാവും. ഞങ്ങളെ കൊണ്ടാകും വിധം ഞങ്ങൾ മീരെ കെയർ ചെയ്തോളാം. ശരി ടീച്ചർ. സ്കൂളിൽ ടീച്ചേഴ്സിനോടും പിന്നെ കൂട്ടുകാരോടും എല്ലാം ഇന്ററാക്ട് ചെയ്യുമ്പോൾ മീര ബെറ്റർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നേ. ഉറപ്പായി മാറ്റം ഉണ്ടാവും. ആ, ടീച്ചർ മീരെ ശ്രദ്ധിച്ചോളൂന്നറിയാം. എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. തീർച്ചയായും വിളിക്കാം.
ശരി, എങ്കിൽ ഞാൻ ചെല്ലട്ടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. സൈലൻസ്. മീര ഇരിക്കൂ. എല്ലാവരും ബുക്ക് എടുത്തേ. പെട്ടെന്ന് ആൻസർ ചെയ്യൂ. എഴുതി കഴിഞ്ഞവർ എഴുന്നേറ്റ് നിൽക്കണം. ടീച്ചർ, ഗുഡ്. ശരിയാണ്. താങ്ക് യു ടീച്ചർ. ഒന്നുകൂടി കൂട്ടി നോക്ക്. 4 into 2 എത്രയാ? അത് നല്ലതുപോലെ ആലോചിച്ച് എഴുതിക്കോ. ഹലോ. ഹലോ, ഞാൻ മീരയുടെ ടീച്ചറാ. ആ, പറഞ്ഞോളൂ ടീച്ചർ. ഞാൻ പറയുന്നത് കേട്ട് ടെൻഷൻ ആകണ്ട. എന്നാലും പറയാതിരുന്ന ശരിയാവില്ലെന്ന് തോന്നി. എന്താ ടീച്ചർ, എന്തു പറ്റി? എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് മീരയ്ക്ക് നമ്മൾ കരുതുന്നതിനേക്കാൾ പ്രശ്നമുണ്ട്. മീരയ്ക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനോ പഠിപ്പിക്കുന്നത് ഫോളോ ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല. നമ്മളിത് തനിയെ മാറുമെന്ന് കരുതിയിരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു. വേറെ എന്ത് ചെയ്യും ടീച്ചർ? മീര ഡിപ്രഷനിലേക്ക് പോകുന്നുള്ളൊരു തോന്നല് എനിക്കുണ്ട്. മറ്റൊന്നും തോന്നരുത്. നമുക്കൊരു കൗൺസിലിംഗ് ഒന്ന് ട്രൈ ചെയ്താൽ നന്നായിരിക്കും. അല്ലെങ്കിൽ മീരയ്ക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനും അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് കൂടെ നിൽക്കാനും പറ്റുന്ന ആരെങ്കിലും കൂട്ടുവേണം.
മോൾ എന്നോടൊന്നും പറഞ്ഞില്ല ടീച്ചർ. അല്ലെങ്കിൽ എന്തു വേണമെങ്കിലും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയേനെ. ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. എന്നാലും അതിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. പിന്നെ അച്ഛനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാവും മോളൊന്നും അങ്ങോട്ട് പറയാത്തത്. അറിയില്ല, എനിക്കൊന്നും അറിയില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു രൂപവുമില്ല. ശരി, നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചോ. ആരെങ്കിലും കാണിക്കാൻ പറ്റിയ നന്നായിരിക്കും. ശരി ടീച്ചർ. ശരി. കുറച്ചുകൂടി കഴിക്കമ്മേ. പെട്ടെന്ന് അസുഖം മാറാൻ ശരീരത്തിന് ശക്തി കിട്ടണം. ആഹാരം കഴിച്ചാലേ അത് ഉണ്ടാവൂ. ഇപ്പൊ കുടിച്ച കഞ്ഞിയേക്കാൾ കൂടുതൽ ഗുളികകളുണ്ട് കഴിക്കാൻ. അതെല്ലാം ദഹിപ്പിക്കാൻ വേണ്ട ശക്തിയെങ്കിലും ശരീരത്തിന് കിട്ടണ്ടേ? കുടിക്ക്. അത് ശരി, പിന്നെ നിർത്തിയോ? അമ്മയുടെ കാര്യം കുറച്ച് കഷ്ടമാണ് കേട്ടോ. വന്ന് കൊച്ചുകുട്ടികളെക്കാൾ മടിയായി തുടങ്ങി ആഹാരം കഴിക്കാൻ. ഞാൻ മരുന്ന് കൂടി തന്നിട്ട് പോവാം. ഇതുകൂടി. ഇനി കുറച്ചു നേരം ഉറങ്ങിക്കോ. ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാട്ടോ. എന്തൊരു ദുരിതം പിടിച്ച ജീവിതമാണ് ഇത്. ഇങ്ങനെ കടങ്ങളെല്ലാം തീർത്ത് നല്ല രീതിയിലൊന്ന് ജീവിക്കാന്ന് വിചാരിച്ചപ്പോ ഓരോരോ വയ്യാവരികൾ വരിവരിയായിട്ടാ കയറി വരുന്നത്. തന്നെ നീ എന്താ സ്വയം പെറുവിർത്ത് നടക്കുന്നേ? എന്നോടാണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ ഉറക്കെ പറയും, ഞാൻ കേട്ടില്ല. അങ്ങോട്ട് കേൾക്കാനായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കേട്ടിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ ഇവിടെ കിടന്ന് ഈ നെട്ടോട്ട് ഓടുന്നത് നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ? എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോ? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു തരില്ലേ? അങ്ങനെ എല്ലാം പറഞ്ഞു ചെയ്യിക്കേണ്ട കാര്യം എന്താ? ഒരു വീട്ടിലെ കാര്യങ്ങൾ നോക്കി കണ്ട് ചെയ്തൂടെ? വെളുപ്പിന് എഴുന്നേറ്റ് തുടങ്ങിയ ജോലിയാ. കുട്ടികളെ രണ്ടിനെ സ്കൂളിൽ വിടണം. അത് കഴിഞ്ഞ് വീട്ടിലെ പണികളെല്ലാം ചെയ്യണം. അമ്മയ്ക്ക് പ്രത്യേക ഫുഡ് ഉണ്ടാക്കണം, അത് കൊടുക്കണം, സമയം മരുന്ന് കൊടുക്കണം, ക്ലീൻ ചെയ്യണം, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കണം, പിള്ളേര് പഠിക്കുന്നുണ്ടോന്ന് നോക്കണം. എല്ലാം തീരുമ്പോ പാതിരാത്രിയാവും. തളർന്നു വന്ന് കിടന്ന കണ്ണടച്ച് തുറക്കും മുമ്പ് നേരെ വെളുക്കും. വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ്. എന്തിനാ മനുഷ്യനിങ്ങനെ ജീവിക്കുന്നേ? സാധാരണ എല്ലാരും ജീവിക്കാൻ വേണ്ടിയാ പണിയെടുക്കുന്നേ. ഇവിടെ ഞാൻ മാത്രം പണിയെടുക്കാൻ വേണ്ടി ജീവിക്കുന്നേ. മടുത്തു ഈ ജീവിതം, ഞാൻ മടുത്തു. ഞാനിപ്പോ എന്ത് ചെയ്യണോന്നാ നീ പറയുന്നേ? നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഏതു നേരം ഈ കിട്ടാത്ത ബില്ലിന്റെ കണക്കും കൂട്ടി മാറിച്ചു നോക്കിയിരുന്നോ? എല്ലാത്തിനും കഷ്ടപ്പെടാനും സഹിക്കാനും ഞാനൊരുത്തി ഇവിടെ ഉണ്ടല്ലോ. ഞാനൊരു ഹോം നേഴ്സിനെ നിർത്താന്ന് പറഞ്ഞല്ലേ? നീയല്ലേ സമ്മതിക്കാത്ത? ഇവിടത്തെ എല്ലാം നീ ചെയ്തോളാന്ന് ഏറ്റല്ലേ? ഹോം നേഴ്സ് വെറുതെ വന്ന് നിൽക്കുവോ? മാസം ശമ്പളം കൊടുക്കണ്ടേ? അതിനുള്ളത് എന്തെങ്കിലും നമുക്ക് കിട്ടുമോ? ഇല്ലല്ലോ. അത് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യില്ലേ? ആകെയുള്ള ഈ മാലയും കമലും പണയം വെച്ചായിരിക്കും നിങ്ങൾ മാനേജ് ചെയ്യുന്നത്. അതെനിക്കറിയാം.
അതുകൊണ്ട് ആരും നിർത്തണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ആയ കാലത്ത് എല്ലാം അമ്മ ഹരിയുടെ വീട്ടിലായിരുന്നു. വയ്യാതായത് അവിടെ വെച്ച് തന്നെയാ. എന്നിട്ടിപ്പോ എഴുന്നേറ്റ് നടക്കാൻ പറ്റാതായപ്പോ ഇവിടെ കൊണ്ടുവന്ന് തള്ളി. ഇതൊക്കെ എന്ത് മര്യാദയാ? ഈ പറഞ്ഞ ഹോം നേഴ്സിനെ വെച്ച് ഹരിക്കും അമ്മയെ നോക്കാലോ. എന്താ ഹരിയോട് ചോദിക്കാത്തെ? അതെങ്ങനെയാ? ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ വരുമ്പോ മായില കുന്തിലപ്പന്റെ അവതാരം ആവുമല്ലേ?